ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഏവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 12 അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എളിയവരുടെ പീഠയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ബൈബിളിൽ ഉടനീളം ചില വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദൈവം എഴുന്നേൽക്കുന്നതായും ബന്ധിക്കപ്പെട്ടവരെ, ആലംബഹീനരെ, തള്ളപ്പെട്ടവരെ എഴുന്നേറ്റ് വിടുവിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ സാധാരണ സംഭവങ്ങളല്ല, അസാധാരണ സംഭവങ്ങളാണ് വെളിപ്പെടുവാനിടയാകുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം എഴുന്നേൽക്കും. അത് സാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുവാനല്ല, അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ, നടക്കത്തില്ല എന്ന് വിധിയെഴുതി തള്ളിയ ചില സംഭവങ്ങൾ ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സാധിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. അതിനു വേണ്ടിയാണ് ദൈവം ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നത്. ഒന്നാമത്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ആരാണ് മനുഷ്യൻ്റെ ശത്രു? മനുഷ്യൻ്റെ ശത്രു മനുഷ്യനല്ല. അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് തമ്മിൽ പകയും വിദ്വേഷവും വൈരാഗ്യവും അതിൻ്റെ പേരിൽ കൊലയും കൊള്ളയും എല്ലാം നടക്കുന്നു. മനുഷ്യനല്ല മനുഷ്യൻ്റെ ശത്രു. പിന്നെ ആരാണ് മനുഷ്യൻ്റെ ശത്രു? ദൈവത്തെ വെല്ലുവിളിച്ച, മനുഷ്യനെ പാപത്തിൽ തള്ളിയ പിശാചാണ്. യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ എന്താണ് പഠിപ്പിച്ചത്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ പിതാവായ ദൈവത്തിന് മക്കളായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ മനുഷ്യൻ്റെ ശത്രു മനുഷ്യനല്ല, പിശാചാണ്. ദൈവം പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ മനുഷ്യൻ്റെ ശത്രുവായ പിശാച് ചിതറിപ്പോകുന്നു. ഈ 12-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇപ്പോൾ ദൈവം ആർക്കു വേണ്ടിയാണ് എഴുന്നേറ്റിരിക്കുന്നത്? അവൻ എളിയവർക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അവൻ ദരിദ്രർക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എളിയവരുടെ പീഠയും, പീഡ സഹിക്കുന്ന എളിയവർക്ക് വേണ്ടി അവൻ എഴുന്നേറ്റിരിക്കുകയാണ്, വിടുവിക്കുവാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും ഞെരുക്കം നിമിത്തം ദീർഘശ്വാസം വലിക്കുന്ന ദരിദ്രർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റിരിക്കുകയാണ്. ദൈവം എഴുന്നേറ്റിരിക്കുമ്പോൾ അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കും. വിധവകൾക്കും അനാഥർക്കും ന്യായപാലനം ചെയ്യുന്ന ദൈവം, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കുവാൻ വേണ്ടി ആരുമില്ലെങ്കിലും, നിങ്ങളുടെ വിഷയത്തിന് ഇടപെടുവാൻ വേണ്ടി ആരുമില്ലെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന പാതയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ആരുമില്ലെങ്കിലും, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. അവലംബഹീനനെ, ദരിദ്രനെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, പണം ഇല്ലാത്തതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ,
സ്ഥാനമാനങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ ഞെരുക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ പഴി ചെയ്യുവാൻ നോക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമാറാകട്ടെ. ആമേൻ.